ഈ സിനിമയിൽ ഒരു ഗ്യാങ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കത് എനിക്കത് പേഴ്സണലി തോന്നിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്നറിയോ ഏട്ടാ, അതിപ്പോൾ ആരുടെയും കുറ്റമൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഞാനൊരു സിനിമ എടുക്കുകയെന്ന് വെച്ചോ, ഞാനൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ സുഹൃത്തുക്കളെയും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളെയും അതല്ലെങ്കിൽ എൻ്റെ കൂടെ ചിരിക്കുന്ന എന്നോട് തമാശ പറയുന്ന അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്താനായിരിക്കും ഞാൻ ശ്രമിക്കുക. അതുപോലെ ആയിരിക്കും ഇപ്പുറത്തെ സൈഡും. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് എന്തായാലും ബെൽറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണെന്ന് എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. ഈ മഞ്ജുവിനെ ഏതെങ്കിലും സിനിമയിലേക്ക് എടുത്തതിന് ശേഷം മഞ്ജുവിനെ ഒഴിവാക്കിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്നിപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇപ്പം ഈ അടുത്ത് ഒരു കുറച്ച് നാൾ മുമ്പ് ഞാനൊരു EMI എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്യുന്നിരുന്നു ജയൻ ചേട്ടനായിട്ട്, ചേർത്തല ജയൻ ചേട്ടൻ. അപ്പോൾ ഒരു മെയിൻ സ്ട്രീമിലൊന്നും വരാതിരുന്ന ഒരു ചെറിയ സിനിമയാണ്. അപ്പോൾ പക്ഷേ പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നു. ഞാൻ നല്ല എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡായിട്ടാണ് ജയൻ ചേട്ടൻ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി ഒക്കെ വർക്കൗട്ട് ചെയ്തു. നല്ല രസമായിട്ട് പോയി ആ പടം. അപ്പോൾ ആ സിനിമയുടെ സമയത്ത് ജയൻ ചേട്ടൻ പറഞ്ഞ അപ്പോൾ ജയൻ ചേട്ടനാണ് അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നടത്തിയത്. ജയൻ ചേട്ടനായിരുന്നു. അപ്പോൾ ജയൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ മഞ്ജുവിനെ തന്നെ വേണമെന്ന് വാശി പിടിച്ച്, എന്തായാലും അത് നന്നായി പെർഫോം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ജയൻ ചേട്ടൻ അടുത്തൊരു പടം ചെയ്യുന്നുണ്ട്, അതിന് നീ ഉണ്ടാവും, എന്തായാലും ഒരു ക്യാരക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൂടാതെ എന്നോട് അനീഷ് രവി, എൻ്റെ കൂടെ ചെയ്യുന്ന ചേട്ടൻ അനീഷ് രവി പറഞ്ഞു, നിന്നൊരു പടത്തിൽ നിന്ന് വിളിക്കുമായിരിക്കും, മറ്റേ ജയൻ ചേട്ടൻ്റെ പടത്തിൽ നിന്ന് വിളിക്കുമായിരിക്കും, ഇങ്ങനെ അവർ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് നേരത്തെ ജയൻ ചേട്ടൻ പറഞ്ഞിരുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ പടം തുടങ്ങാൻ ഈ 2 മാസം മുമ്പാറ്റേന്ന് തോന്നുന്നു പടം തുടങ്ങി. എന്നെ അതിൻ്റെ കൺട്രോളർ ഞാൻ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. തീർന്നോന്ന് എനിക്ക് അറിയില്ല. തീർന്നോ? എന്റെ ഒരു അറിവില് തീർന്നു കേട്ടോ. അറിയില്ല. ഇപ്പോഴും വിളിക്കുന്നോർത്താണ്. അല്ല, അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്നെ അതിൻ്റെ കൺട്രോളർ സജീബുക്ക വിളിച്ചിരുന്നു. അപ്പോൾ സജീബുക്ക വിളിച്ചിട്ട് ഇതേപോലെ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫ്രീ ആണ് സജീബുക്ക എന്ന് പറഞ്ഞു. നമ്മുടെ ജയൻചേട്ടൻ്റെ പടമാണ്, ഇതേപോലെ എന്താ റെമ്യൂണറേഷൻ ഞാൻ പറയേണ്ടത്? ജയൻചേട്ടൻ്റെ പടമല്ലേ, എന്താന്ന് വെച്ചാൽ പറയും, ഇന്നതാണ് എൻ്റെ റെമ്യൂണറേഷൻ, പിന്നെ ജയൻചേട്ടൻ്റെ പടമല്ലേ, അവർക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ പറയൂ എന്ന് പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞു. പക്ഷേ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അളിയൻസിൻ്റെ ലൊക്കേഷനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേപോലെ ഈ പടത്തിൻ്റെ കാര്യം അവിടെ ഇങ്ങനെ നടക്കണു എന്ന് കേട്ടു. അപ്പം ഞാൻ പടം തുടങ്ങിയല്ലേ എന്നാണ് അപ്പോഴും ഞാൻ വിചാരിച്ചു. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കറിയില്ല. അപ്പം എന്നോട് അങ്ങനെ എന്തോ പറഞ്ഞ പോലെ തോന്നി. അപ്പം അത് കഴിഞ്ഞ് സജീബക്ക വേറെ എന്തോ കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ, നിങ്ങൾ നിങ്ങൾ പടം തുടങ്ങിയിട്ട് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് തമാശയ്ക്ക് പറയുകയും ചെയ്തു. അപ്പോൾ മഞ്ജു എന്നോട് നീ അങ്ങനെ സംസാരിക്കല്ലേ മോളെ, പടം അടുത്ത ഷെഡ്യൂൾ ആവാൻ പോണേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. എനിവേ അത് വിളിച്ചാലും സന്തോഷം, വിളിച്ചില്ലെങ്കിലും പരാതി. മനഃപൂർവ്വം മാറ്റി നിർത്താനായിട്ട് ഫീൽ ചെയ്തോ? അറിയില്ല. അപ്പൊ എനിക്ക് അതിനൊന്നും റീസൺ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാനായിട്ട് എന്താണ് എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. മഞ്ജുവിനുള്ള മഞ്ജുവിന് വരും എന്നുള്ള ഒരു വിശ്വാസം, അങ്ങനെ ഒരു വിശ്വാസമാണ് എനിക്ക്. അത് അങ്ങനെ കാണാൻ എനിക്കിഷ്ടം. ആ സിനിമ ചിലപ്പോൾ എൻ്റെ വിധിയിൽ എഴുതിയിട്ടുള്ളതായിരിക്കില്ല. എനിക്കുള്ളത് മസ്റ്റായിട്ടും, ചേട്ടനുള്ളത് ചേട്ടന് മസ്റ്റായിട്ട് വന്നിരിക്കും, എനിക്കുള്ളത് എനിക്ക് മസ്റ്റായിട്ട് വന്നിരിക്കും എന്നുള്ളത് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് അതിന് തെളിവുണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്ന സിനിമ, ഇതേപോലെ എന്നെ സിനിമയിൽ നിന്ന് വിളിച്ച് ഞാൻ ഞെട്ടിപ്പോയി. ലാലേട്ടൻ്റെ സിനിമയിൽ അത് 8, 9, 10 സീനാറ്റി ഉണ്ട്. അത് ഫുള്ള് ലാലേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്ന വലിയ സിനിമയിൽ എന്നെ വിളിച്ചപ്പം, എന്നെ ആദ്യം വിളിക്കുമ്പോൾ ഞാൻ മഞ്ജു പത്രോസാണ്, മാറിയതല്ലല്ലോ. അല്ല, ഞാനൊത്തിനി മഞ്ജു ചേച്ചിനെ ആരെങ്കിലും ആയിരിക്കും വിളിച്ച. അപ്പൊ അങ്ങനെ ഇല്ല, മഞ്ജു തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ആരോടും പറഞ്ഞില്ല. കാരണം സിനിമയല്ലേ, നടക്കൂല്ലോ എന്നൊന്നും അറിയില്ലല്ലോ, അത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ അമ്മച്ചൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി. മോഹൻലാലിൻ്റെ പടത്തിൽ എൻ്റെ മോള്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് 10 ദിവസം മുൻപ് എനിക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ബൈക്കിന് പോയപ്പോൾ ഞാൻ ബൈക്കിൽ നിന്ന് വീണ്. ഞാൻ സുനിച്ചിനും കൂടിയാണ് പോയത്. ഞാൻ വീണ് എൻ്റെ ഈ വശം ഫുള്ള് കീറിപ്പോയി. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ ഫോട്ടോ. എനിക്കത് കാണുമ്പോൾ പേടിയാണ്. ഇത്രയും ഭാഗം കീറിപ്പോയി. അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു സ്റ്റിച്ച് ചെയ്യണ്ട,
ആർട്ടിസ്റ്റ് അല്ലേ, ആ കൊച്ചിന് പിന്നെ ആ ജോലി ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഭാഗം ഇങ്ങനെ കോടിപ്പോകും, അതിന് പ്ലാസ്റ്റിക് സർജറി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വേറെ കോലഞ്ചിയിലോട്ടോട്ട് പോയി വേദന കൊണ്ട് പൊളയാണ്. അപ്പം ഇതൊന്നും ഓർമ്മയില്ല. പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പടത്തിൻ്റെ കാര്യം ഉണ്ടല്ലോ ഈശ്വര, ഇനി എനിക്കത് ചെയ്യാൻ പറ്റൂലല്ലോ. ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചത്. സാറ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. സാറിനോട് പറഞ്ഞു സാറേ എനിക്കിങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റൂലായിരിക്കും, മുഖത്തിനാണ് പറ്റിയത് എന്ന് പറഞ്ഞു. അയ്യോ എന്ത് പറ്റി, വേഗം ഫോട്ടോ അയച്ചു തന്നേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ഫോട്ടോ അയച്ചു കൊടുക്കണത്. ബൈക്കിൽ നിന്ന് വീണ്ടും ചരലിലോട്ടാണ് വീണത്. അപ്പം ഇങ്ങനെ അതിങ്ങനെ ഉരഞ്ഞു പോയി. അപ്പോൾ വേഗം ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ അയ്യോ, സാറിൻ്റെ റെസ്പോൺസ് അങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. സാറിന് ഇതുള്ളോ, സാറിയില്ല. പക്ഷേ എനിക്കറിയാം അത് ഭീകരാവസ്ഥയാണെന്നറിയാം. കാരണം എൻ്റെ ഈ മുഖം വേറെ ആരെയോ പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ സ്വന്തം മുഖം ഇത് മാത്രമേ ഉള്ളൂ, ഈ വശം വേറെ ആരെയോ പോലെ ഇരിക്കുക. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു 10 ദിവസം കഴിയുമ്പോൾ സ്റ്റിച്ചൊക്കെ തനിയെ പൊട്ടിപ്പൊക്കോളും, ഇനി അതിനു വേണ്ടി വരേണ്ടി വരില്ല. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഫോട്ടോ അയച്ചതാ, നമുക്ക് നോക്കാം, പേടിക്കണ്ട, ടെൻഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞു. 2-3 വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴും എനിക്ക് കണ്ണാടി സഹിക്കാൻ പറ്റില്ല കേട്ടോ. കണ്ണാടി പോലും നോക്കാൻ തോന്നില്ല നമുക്ക്, അങ്ങനെയാണ് മുഖം വേറെ എന്തോ പോലെ, ഏതോ ഒരു ജീവിനെ പോലെ ഇരിക്കുക ഞാൻ. അപ്പം നമുക്ക് നമ്മുടെ കരിയറിലുണ്ടായ ഒരു വലിയ സംഭവമല്ലേ, വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഞാൻ സാറിന് മെസ്സേജ് അയച്ചു, എനിക്ക് വിഷമമൊന്നുമില്ല, വേറെ ആരെങ്കിലും വെക്കണമെങ്കിൽ സാറ് വെച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ഷൂട്ടിന് തുടങ്ങുന്നതിൻ്റെ തലേന്ന് വരെ ഒരാളെ അന്വേഷിക്കില്ല, മഞ്ജു തന്നെ ചെയ്യുള്ളൂ, ഒന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഏതോ ഒരു 24-27 മറ്റോ ആണെന്ന് പറഞ്ഞു ഷൂട്ട് തുടങ്ങുന്നത്, കോഴിക്കോട് വെച്ച്. ഞാനും ഹസ്ബൻഡും കൂടെ രാത്രി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറിനെ കാണാൻ വേണ്ടിയിട്ട്, അപ്പോൾ സാറ് പറഞ്ഞു മഞ്ജു വന്നെങ്കിൽ മേക്കപ്പ് ചെയ്യും, നമുക്കൊരു മേക്കപ്പ് ടെസ്റ്റ് ചെയ്യാം, ഫോട്ടോ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പോയിട്ട് മേക്കപ്പ് ചെയ്തു. അപ്പോൾ ആ സിനിമ കണ്ടാൽ അറിയാം എൻ്റെ മുഖം ഭയങ്കര ഡള്ളായിട്ട്, നീര്, ഈ പല്ലുവേദനയൊക്കെ വരുമ്പോൾ നീര് വരില്ല, അതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും സാറിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞ്. അപ്പോൾ ഒരു വീടിൻ്റെ മുകളിലാണ് ഷൂട്ട് നടക്കുന്നത്, ഒരു ക്വാർട്ടേഴ്സിൻ്റെ മുകളിൽ. ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ ലാലേട്ടൻ അവിടെ നിന്ന് ഒരു ബ്ലാക്ക് ടീഷർട്ടാണെന്ന് തോന്നിട്ടിരിക്കണേ ഇറങ്ങി വരുന്നു. അപ്പം എന്നോട് കണ്ടപ്പോൾ ചോദിച്ചു, വന്നോ, വണ്ടിയിൽ നിന്ന് ഹസ്ബൻഡ് തള്ളിയിട്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് തള്ളിയിട്ടതല്ല, ഞാൻ തന്നെ വീണതാണ് സാറേ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു പുള്ളിക്കൊന്നും പറ്റില്ല, സത്യമാണ് പുള്ളിക്കൊന്നും പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് തമാശ പറഞ്ഞിങ്ങനെ തോളത്തുനിന്ന് തട്ടിയിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ് സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സാറ് ഇത് കുഴപ്പമൊന്നുമില്ല അല്ലേ, അസോസിയേറ്റിനെ കാണിച്ചിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല അല്ലേ, ഒരു 2 ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞു. 2-3 ഫോട്ടോ എടുത്ത് സാറതിങ്ങനെ വലുതാക്കി നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തീയാണ്. ഈശ്വര, നോ പറയുമായിരിക്കും, കുഴപ്പമില്ല, അവർക്കൊന്നും ആരുടെയും മിസ്റ്റേക്ക് കൊണ്ടല്ല, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല. അങ്ങനെ വലുതാക്കിയൊക്കെ നോക്കിയിട്ടോ കുഴപ്പമില്ല മഞ്ജു, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുവരെ ഒരു വലിയ നോ പ്രതീക്ഷിച്ച് നിന്നതാണ് ഞാൻ. പക്ഷേ ഞാൻ തന്നെ ആ പടം ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് ഈസി ആയിട്ട് അയ്യോ പറ്റില്ല മഞ്ജു ഈ ഒരു അത്, കാരണം ഉള്ള സീൻ എല്ലാം ലാലേട്ടനായിട്ട് കോമ്പിനേഷനാണ്. അപ്പോൾ പറ്റില്ല. ലാലേട്ടനാണെങ്കിലും പറയോ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് എൻ്റെ കോമ്പിനേഷൻ ചെയ്യുന്നത്, നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് പോവാന്ന് അത് പറയാൻ മുകളിലിരിക്കുന്ന ആള് സമ്മതിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അവരങ്ങനെ ഒരു അതാ പറഞ്ഞേ, എനിക്ക് എനിക്ക് തന്നെ വരും. അതുകൊണ്ട് എനിക്ക് വിധിക്കാത്തത് അങ്ങ് പൊക്കോട്ടെ എന്ന് സമാധാനിക്കും. ചേട്ടാ ഇതിപ്പോൾ എന്താണെന്നറിയാമോ, നമ്മളിപ്പോൾ ജോലിയില്ലാതെ നമ്മൾ വീട്ടിലിരിക്കുകയാണ്, എനിക്ക് അടുത്ത മാസത്തെ കാര്യങ്ങൾക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല, ഫിനാൻഷ്യലി ഞാൻ ഭയങ്കര വീക്കാണ്, അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വറീഡാകും. എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിയില്ലാതിരിക്കുന്ന സമയം മാസത്തിൽ 4-5 ദിവസമാണ്. ആ സമയം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ കൂടെ ഇരിക്കും. ഇത് ഞാൻ അഹങ്കാരം പറയുന്നതല്ല, ഞാൻ ഇതിനെക്കുറിച്ച് വിഷമിക്കാത്തതിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഇപ്പം ഞാൻ 10 ദിവസം പണിയില്ലാതെ വീട്ടിലിരുന്ന് അങ്ങനെയുള്ള ദിവസങ്ങൾ ഇപ്പം ഞാനിങ്ങനെ തിരക്കായിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ചിന്ത ഭയങ്കരമായിരുന്നു. അതിൽ നിന്ന് ഞാൻ മാറി വന്നതായി ഇങ്ങനെ. അപ്പം അതുകൊണ്ട് എനിക്ക് വിധിക്കാത്തത് അതിൻ്റെ വഴിയെ പൊക്കോട്ടെ, എനിക്കുള്ളത് ആ തിര എൻ്റെ അടുത്തേക്ക് തന്നെ